അയ്യപ്പനും പിന്നെ മഹാദേവതയായിട്ടുള്ള മറ്റേ മാളികപ്പുറത്തമ്മ തൊട്ടപ്പുറത്തുമായിട്ട് പുള്ളിയുടെ പുറകിലായിരിക്കുന്നത്. പുള്ളി കണ്ട പ്രശ്നം. എന്തൊക്കെ വിചിത്രമായ ദൈവങ്ങളാ നമ്മുടെ. മാളികപ്പുറത്തമ്മ ഇടത് സൈഡിൽ പുറകിലായിരിക്കുന്നത്, ഈ പുള്ളി ഫ്രണ്ടിലേക്ക് നോക്കിയായിരിക്കും. കണ്ടുപോയാൽ അന്നേരം പുള്ളിയുടെ നൈഷ്ഠിക ബ്രഹ്മചര്യം തകർന്നു പോവുകയും പുള്ളി അക്ഷരാർത്ഥത്തിൽ ഒരു ബലാത്സംഗ വീരനായി മാറുകയും ചെയ്യുമെന്നാണ് ഈ പറയണ കാര്യം. ഹലോ, നമസ്കാരം. അപ്പം ഞാനിട്ട ഈ വീഡിയോ നിങ്ങൾ എന്തായാലും ഒന്ന് പ്ലേ ചെയ്ത് നോക്ക്. മിക്കവാറും എല്ലാവരും ഇപ്പോൾ കണ്ടിട്ടുണ്ടാകും. കാരണം ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ. കാരണം ഇദ്ദേഹം ഒരു ആക്ടിവിറ്റിയിലാണെന്ന് പറയുന്നത്. എനിക്ക് കൃത്യമായിട്ട് അദ്ദേഹത്തിനെ കുറിച്ച് അറിയില്ല. പിന്നെ ആരായാലും നമ്മൾ ഒരു മതത്തിനെ കുറിച്ച് പറയുമ്പോൾ ഒരു പറയുന്നതിന് കുറച്ചൊക്കെ ഒരു മര്യാദ, അതിർവരമ്പുകൾ ലംഘിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നമ്മൾ കേരളം എന്ന് പറയുന്നത് നമ്മളെ മതേതരത്തിന് അത്ര കണ്ട് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ്. അത് അതേപോലെ തന്നെ നിലകൊണ്ട് പോകണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇതുപോലെയുള്ള, അതായത് ചിലപ്പോൾ ലൈം ലൈറ്റിൽ ഇദ്ദേഹം ഇപ്പോൾ പഴയതുപോലെ കൂടുതൽ ഉണ്ടാവില്ല. അതുകൊണ്ട് തിരിച്ച് വരണമെന്ന രീതിയിൽ ചിലപ്പോൾ അതുകൊണ്ടൊരു പ്രൊജക്റ്റ് ചെയ്ത് നമുക്കിപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ഇപ്പോൾ വീണ്ടും തിരിച്ച് ലൈം ലൈറ്റിലേക്ക് വരണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരാമർശിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഇപ്പോൾ കേരളത്തിൽ നല്ല രീതിയിൽ അത് കത്തിപ്പടരുമെന്ന് അയാൾക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആളുകളെ തീർത്തും അവഗണിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അവർക്ക് പറയാനുള്ളത് എന്തെല്ലാം വെട്ടിത്തരങ്ങളാണെങ്കിലും അത് പറഞ്ഞ് പോയിക്കോട്ടെ, നമ്മളതിനെ പ്രതികരിക്കാതിരുന്നാൽ മതി. പക്ഷേ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടാനുള്ള കാരണം ഇതിപ്പോൾ നല്ല രീതിയിൽ ആളുകൾ പ്രതികരിക്കുന്നുണ്ട്. അതുപോലെ അദ്ദേഹത്തെ അനുകൂലിച്ച് സംസാരിക്കുന്നവരുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻസ് എല്ലാവരും ഒത്തൊരുമയോടെ നിന്നിരുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അത് തകർക്കാൻ ആരും മുന്നിട്ട് ഇറങ്ങില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇതുപോലെയുള്ള ചില ആളുകളെ നമ്മൾ തീർത്തും ഒറ്റപ്പെടുത്തണം. താങ്ക് യു.